ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധനായ ലൂക്കോസ് എവങ്കലിസ്റ്റ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ സമ്പന്നനായ ഒരു യജമാനന്റെ കാര്യസ്ഥന്റെ ഉപമയിലൂടെ ക്രിസ്തു നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം ഈ സുവിശേഷം വായിക്കുമ്പോൾ പല ആശയക്കുഴപ്പങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. പ്രത്യേകിച്ച് അന്യായക്കാരനായ ഒരു കാര്യസ്ഥന്റെ ഉപമകളിൽ കർത്താവ് എന്തിന് ഇത്ര പ്രാധാന്യം നൽകുന്നു എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ യേശു തമ്പുരാൻ അന്യായത്തെ അല്ല പ്രശംസിക്കുന്നത്, മറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലോകത്തിൽ ആളുകൾ തങ്ങളുടെ ഭാവി എത്രമാത്രം സുരക്ഷിതമാക്കുന്നതൊക്കെ വ്യഗ്രതയുള്ളവരാണ് എന്ന് യേശു തമ്പുരാൻ ഈ ഉപമകളിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വേദഭാഗത്തിലെ 2-3 ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ആദ്യമായി, കാര്യസ്ഥൻ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിബിംബം. ഈ ഉപമയിൽ ധനവാനായ ഒരു യജമാനന്റെ കാര്യസ്ഥൻ തന്റെ യജമാനന്റെ സ്വത്തുവകകൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നില്ല എന്നും തന്റെ സ്ഥാനം നഷ്ടമാകും എന്ന് മനസ്സിലാകുമ്പോൾ ആ കാര്യസ്ഥൻ ആൾക്കാരെ വിളിച്ച് അവരുടെ കുറവുകൾ ഇളച്ച് നൽകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം എല്ലാം ദൈവത്തിന്റെ കാര്യസ്ഥന്മാരാണ്. പ്രത്യേകിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സമയം, ആരോഗ്യം, ബുദ്ധി, സമ്പത്ത്, കുടുംബം, ആത്മീയമായ വരങ്ങൾ, ഇവയൊക്കെ ഉടമ യേശു തമ്പുരാനാണ്. നാം ഉടമകളല്ല, പരിപാലകരാണ്. ഒരു ദിവസം കർത്താവ് ചോദിക്കും, നിനക്ക് നൽകിയത് നീ എങ്ങനെ വിനിയോഗിച്ചുവെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ ഭാഗങ്ങളിൽ ഏതന്തോട്ടവും സൃഷ്ടികർമ്മങ്ങളൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം കർത്താവ് ആദ്യ മാതാപിതാക്കന്മാരായ ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിക്കുകയും ഈ ഏതന്തോട്ടത്തിന്റെയും സർവത്തിന്റെയും കാര്യവിചാരകത്വം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിർവാഹിവശാൽ ആ സ്റ്റുവർഷിപ്പിൽ നിന്ന് ആദ്യ മാതാപിതാക്കന്മാര് പരാജയപ്പെട്ട പാപത്തിൽ വീഴുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മളെയും ദൈവം നിരവധി കർത്തവ്യങ്ങളുടെ കാര്യവിചാരകത്വം, സ്റ്റുവർഷിപ്പ് നൽകിയാണ് ഈ ലോകത്തിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദാമിനും ഹവ്വായിക്കും പറ്റിയതുപോലെ വീഴ്ചകളിൽ വീണുപോകാതെ ഉറച്ച വിശ്വസ്തരായിരിക്കുമെന്ന കോണം നമുക്ക് സാധ്യമായി തീരണം. അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ആത്മീയമായ ജീവിതം. ആയതിനാൽ രണ്ടാമത്തെ ചിന്ത എന്നുള്ളത് ആത്മിക ഉത്തരവാദിത്വം എന്നുള്ളതാണ്. ഇന്നത്തെ ഒരുക്കം നാളത്തെ നിത്യജീവന് വേണ്ടി ആയിരിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ കാര്യസ്ഥൻ തന്റെ സ്ഥാനം നഷ്ടമാകുമെന്ന കോണം പോകുമ്പോൾ അവൻ നല്ല ബന്ധങ്ങളെ ഇവിടെ ഉണ്ടാക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ അടുക്കൾ വിളിച്ച് അവരുടെ കുറവുകളൊക്കെ ഇളച്ചിളച്ച് നൽകി അവരുമായി നല്ല സ്നേഹബന്ധം സ്ഥാപിക്കുന്നു, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് ഒരു വലിയ ആത്മീയമായ പാഠമാണ് നമുക്ക് നൽകുന്നത്. ഈ ലോകത്തിലെ വസ്തുവകൾ ഉപയോഗിച്ച നിത്യമാവുന്ന സ്നേഹം നേടുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ഭൂമിയിലെ സമ്പത്ത് സ്വർഗത്തിലെ നിധിയായി മാറ്റുവാൻ നമുക്ക് സാധ്യമായി തീരണം. ആയതിനാൽ നല്ല സേവനവും സാക്ഷ്യവും ദാനവും കരുണയും ഇവയൊക്കെ ക്രിസ്തീയ മൂല്യങ്ങളെ ഉയർത്തുന്നതാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്രകാരം ഇവ വിനിയോഗിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിധികൾ ആക്കി മാറ്റുവാനായിട്ട് സാധ്യമായി തീരണം. മൂന്നാമത്തെ ആശയം എന്നുള്ളത് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കരുത്. അതായത് ദൈവത്തെയും പണത്തെയും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളെയും ഒരുമിച്ച് സേവിക്കരുത് എന്നാണ്. ഈ വേദഭാഗം ഈ 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിലെ ഒരു ഹൃദയഭാഗമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധ്യമായി തീരും. മാമോൻ എന്നത് സമ്പത്തും അധികാരവും സ്ഥാനമാനങ്ങളും ഒക്കെയായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധ്യമുള്ള കാര്യമാണ്. സമ്പത്ത് സ്വയം ഒരിക്കലും ദോഷം ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ സമ്പത്ത് ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയാൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ യജമാനനായി തീരും. പിന്നീട് അതൊരു വിഗ്രഹമായി തീരും. പൗരസ്ത്യ ആധ്യാത്മികതയിൽ പറയുന്നത് സമ്പത്ത് ഒരു ഉപകരണമാക്കി മാറ്റണം,
ദൈവലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുവാനായിട്ട്, ദൈവികമാവുന്ന പദ്ധതികളുടെ സാക്ഷാത്കാരത്തിന് ഇതൊരു ഉപകരണമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ഒരിക്കലും ഹൃദയത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒരു ഭാഗം ദൈവത്തിനും ഒരു ഭാഗം മാമൂന് വേണ്ടിയായി നമുക്ക് സ്ഥാപിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ലോക വ്യാപാരങ്ങളിൽ ക്രിസ്തു ദൈവമായിരിക്കണം ഒന്നാം സ്ഥാനത്ത് വേണ്ടത്. ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം എന്നുള്ളത് സമ്പത്ത് അല്ല, ദൈവ സാദൃശ്യം സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉടയ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ദൈവത്തിൽ നിന്ന് ശൂന്യവൽക്കരിച്ചുകൊണ്ട് തെയോസിസിൽ നിന്ന് കെനോസിസിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഒരു പാത സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ദൈവ സാദൃശ്യമുള്ളവരായി തീരുവാൻ നമുക്ക് സംഗതിയായി തീരണം. സമ്പത്തും സമയവും കഴിവുകളും ദൈവ സാന്നിധ്യത്തിലേക്ക് നയിക്കുന്ന ഉപാധികൾ മാത്രമായി തീരണമെന്നാണ് പിതാക്കന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്, പക്ഷേ നിത്യജീവിതം സ്വായത്തമാണ്, അത് ശാശ്വതവുമാണ്. നമുക്ക് നൽകിയ എല്ലാ ദൈവത്തിന്റെ മഹത്വത്തിനും മനുഷ്യ സേവനത്തിനുമായി ഉപയോഗിക്കണം. ദൈവത്തെ എന്നും ഒന്നാമതായി നമുക്ക് കരുതണം, മാമോനിയല്ല. അപ്പോൾ നാം നിത്യനിധി ശേഖരിക്കുന്ന ജ്ഞാനികളായ കാര്യസ്ഥന്മാരായി തീരും. കർത്താവിന്റെ കൃപ നമ്മളെ എന്നും എന്നേക്കും വിശ്വസ്തരായി തീർക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.